ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ജസ്റ്റിസ് ഷംനാദ് അവർകൾ നിർവഹിച്ചു. ജാതി മത വർഗവർണ്ണ വിവേചനമില്ലാതെ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. നിരവധി കാര്യങ്ങളാണ് ഇവർ ചെയ്തു വരുന്നത്. ഫ്ലഡ് വന്നപ്പോഴും അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴും അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവരുടേതായ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഭാരവാഹികളും എല്ലാവരും സന്നദ്ധരായിരുന്നു. ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അഡ്വക്കേറ്റ് ലൗഫലാണ്. നമുക്ക് ഡോക്ടർ ജസ്റ്റിസ് ഷംനാദ് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഏറ്റവും ആദരണീയനായ ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ICACT അതിൻ്റെ ആദരണീയനായ ചെയർമാൻ ആദരണീയനായ സെക്രട്ടറി ശ്രീ അബൂബക്കർ അവർ, ബഹുമാനായ ഉസ്താദ് ആദരണീയനായ ഹാജ അവർ, ഇനി അവന്റെ തൃപ്തിയെ കരുതി മാത്രം കാര്യങ്ങൾ ചെയ്യും. അല്ലാഹു എല്ലാവർക്കും നമുക്കറിയാം, നമ്മള് സൂറത്തുൽ ബഖറ ഒരു ആയത്തുണ്ട്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബു ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായിട്ട്, ആരെങ്കിലും എന്നെ കുറിച്ച് ചോദിച്ചു, അള്ളാഹു ആരാണെന്ന് ചോദിച്ചു, എന്റെ അടിമകൾ അള്ളാഹു ആരാണെന്ന് ചോദിച്ചു, എന്ന് പറഞ്ഞു കൊടുക്കുക, ഞാൻ അവരുടെ ചാരത്ത് തന്നെ, നമ്മുടെ അടുക്കൽ തന്നെ അള്ളാഹു. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായതും നമ്മൾ കാണാത്തതും മറന്നുപോയതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴെല്ലാം രണ്ടാമനായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊപ്പം, രണ്ടുപേരുള്ളപ്പോൾ മൂന്നാമനായി നമ്മോടൊപ്പം. എങ്ങനെയാണ് പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയും? ഈ ഒരു ചിന്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്കൊരു സ്വാർത്ഥതയുള്ളൂ. നമ്മൾ നന്നാകുക എന്നുള്ളതാണ് നമ്മുടെ സ്വാർത്ഥത. നമ്മൾ എങ്ങനെയാണ് നന്നാകുക? എന്റെ അഭിപ്രായത്തിൽ നമുക്ക് സ്വാർത്ഥത വേണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതെന്ത് സ്വാർത്ഥതയാണ്? നമ്മൾ നന്നാകുന്നത് മറ്റുള്ളവന്റെ സന്തോഷം കണ്ടു, അത് കണ്ട് ആഹ്ലാദിച്ചുകൊണ്ടാണ്. അവരുടെ ആഹ്ലാദം എന്റെയും സന്തോഷം, അതാണ് എന്റെ സ്വാർത്ഥത. എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സ് നന്നാക്കുക, എന്റെ ശരീരം നന്നാക്കുക. നമുക്കിവിടെ അനുവദിക്കപ്പെട്ട കുറച്ച് സമയമുണ്ട്. ആ സമയം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ കഴിയുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമുക്ക് മക്കളോടൊക്കെ ചോദിക്കുമ്പോൾ മക്കൾ പറയും, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. അത് ഈ ഭൗതിക ലോകത്ത് ഓരോ വ്യക്തിയും ഏതൊക്കെ തരത്തിൽ എന്ത് പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നു, അതാണ് ആഗ്രഹം. എന്റെ മക്കളും അങ്ങനെ തന്നെ ആകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അതിനുമപ്പുറം അവർ അതിലേക്ക് എത്തിയാൽ പിന്നെന്താ? നമുക്ക് IAS ആവാം, IPS ആവാം, അല്ലെങ്കിൽ ജഡ്ജി ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരുപാട് ഉന്നത തസ്തികകൾ, അതൊക്കെ ആകാം. അതൊക്കെ ആയിട്ട് പിന്നെന്താണ്? മിഷൻ അക്കംപ്ലിഷ് എന്നാണ് നമ്മൾ അതിനെ പറയുക. എന്താണോ എന്റെ അൾട്ടിമേറ്റ് അംബീഷൻ, അത് പൂർത്തിയായി. അത് കഴിഞ്ഞാൽ പിന്നെയും ജീവിതം കിടക്കുകയാണ്. അവിടെ എന്താണ്? അവിടെയാണ് നമുക്ക് നല്ല മനുഷ്യൻ എന്നുള്ള ഒരു കാര്യം. അവിടെയാണ് ഇസ്ലാമിക് കൾച്ചറൽ അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നല്ല മനുഷ്യൻ എന്ന പാതയിലേക്ക് നമ്മെ എത്തിക്കുക. മറ്റുള്ളവരുടെ വേദന കാണുക. രണ്ട് വാക്കുകളുണ്ട്, സിമ്പതി ആൻഡ് എംപതി. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ നമുക്കൊരു ചെറിയ വിഷമുണ്ടാകും. എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ പോകും. ഒരാൾ വീട് കിടന്നാൽ അയ്യോ പാവം അവൻ വീട് കിടക്കുന്നു എന്ന് കരുതിയതിനു ശേഷം നമ്മൾ നമ്മുടെ വഴിക്ക് തന്നെ പോകും. അദ്ദേഹത്തിന് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നമുണ്ടായോ, ആ പ്രശ്നമുണ്ടായപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി, അതാണ് സഹതാപം എന്ന് പറയും. പക്ഷെ ഞാൻ അതൊന്ന് തീർക്കുവാനായി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പക്ഷെ അതേസമയം ഒരാൾക്ക് വേദന ഉണ്ടായപ്പോ ആ വേദന എന്റേതാണെന്ന് തോന്നി. പിന്നെ എന്റെ വേദന മാറണമെങ്കിൽ സ്വാഭാവികമായും ആ വ്യക്തിയുടെ വേദന മാറുന്നതിന് വേണ്ടിയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്റെ വേദന മാറും.
അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എമ്പതി അഥവാ സഹാനുഭൂതി. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വന്നാൽ മിക്ക ആളുകൾക്കും പ്രശ്നങ്ങളില്ലാതെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ, അതാണ് ഇസ്ലാം. ഇത് ഇന്ന് നമുക്ക് തോന്നിയതൊന്നും നടക്കില്ല. മനുഷ്യര് എല്ലാവർക്കും ഇങ്ങനെ സമാധാനമായിട്ട് മാത്രമാണ് ജീവിക്കാൻ കരുതുന്നത് വേണം. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇന്നലെ നമ്മൾ തീർത്ത പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചെറിയ പ്രശ്നമായിട്ടായി നമുക്ക് പെട്ടെന്ന് വിഷമം തോന്നും. പക്ഷേ അതിൽ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അത് മാനേജ് ചെയ്യും. എന്തോ ആയിക്കോട്ടെ, ആകാശത്തിന് താഴെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെനിക്ക് പരിഹരിച്ച് ലഭിക്കുക തന്നെ ചെയ്യും. എന്നെ രക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്, എന്നോടൊപ്പമുണ്ട്. അതാണ് എന്റെ ചാരത്ത് തന്നെയുണ്ട്. എനിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എല്ലാം അറിയുന്നവൻ, എന്റെ നന്മ അറിയുന്നവൻ എന്ന ചിന്ത നമ്മളുള്ളിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വിഷമമായി തോന്നുന്നത് ഉണ്ടാകാം. അപ്പോഴത്തന്നെ നമ്മളെന്താ പറയാ, മുസീബത്ത് വന്നാൽ എന്താ പറയാ, സ്വാഭാവികമായും ഇന്നാലില്ലാതെ ഇന്നാലിലേക്ക് അങ്ങനെ പറയണം. അപ്പൊ സ്വാഭാവികമായും അതേ രീതിയിൽ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ പ്യൂരിഫൈ ചെയ്തുകൊണ്ടുവരിക. അതിന് മറ്റുള്ളവൻ വേദനിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിഷമം വരണം. അല്ലാതെ ഒരാൾ വരുമ്പോൾ അറിയാതെ നമ്മൾ ചിരിച്ചു പോകും. അയാളെ അപഹാസ്യതയെക്കുന്ന യാതൊരു തരത്തിലുള്ളത് വരരുത്. ഒരുത്തന്റെ വിഷമം വരുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുക തന്നെ വേണം. നമ്മുടെ മക്കളോട് ഉപദേശിക്കും. നിങ്ങൾക്കറിയാം സൂറത്തുൽ ലുഖ്മാൻ അതിനകത്ത് പറയുന്ന ഉപദേശമുണ്ട്, യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ട് എന്റെ പൊന്നു മോനെ തോന്നും. നമ്മുടെ മക്കൾ സാധാരണ പറയുന്ന എന്ത് ചെയ്യും? മക്കളോട് എന്തെങ്കിലും പറഞ്ഞ മക്കളേക്ക് നമ്മൾ മാറ്റി നിർത്തണം. നീ പ്രായമായില്ല, നീ ഒന്നും ആയിട്ടില്ലല്ലോ, നീ അവിടെ നില്ലേ, ഞാൻ പറയുന്ന കേട്ടാൽ മതി. അതല്ല, ഉപദേശം കൃത്യമായ രീതിയിൽ തന്നെയാണ് നമുക്ക് മക്കൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ എന്താണോ ആഖിറത്തിൽ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലായിരിക്കണം. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. അവിടെയാണ് അള്ളാഹു നമ്മുടെ ചാരത്തുണ്ടെന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്തത്, അള്ളാഹുവിന്റെ ശിർക്ക് ചെയ്യരുതെന്നും പങ്കു ചേർക്കരുത്, മോനെ ചെയ്യരുതെന്ന് പറയുന്നു. ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അത് ഏറ്റവും വലിയ പാപമാണ്, മഹാപാപമാണ് എന്ന് മോനിൽ ആദ്യം പറഞ്ഞുകൊണ്ടുള്ള ഉപദേശമാണ്. നമ്മൾ അത് തന്നെയാണ് കാര്യം. ആദ്യം നിന്റെ പിതാവിനെ, ആദ്യം നിന്നെ സൃഷ്ടിച്ചവനെ അറിയുക എന്നുള്ളതാണ്. ആ സൃഷ്ടിച്ചവനെ അറിയുന്നുള്ളൂ. ആ സൃഷ്ടിച്ചവനെ കുറിച്ച് നമ്മളെന്താ പറയാ, അതിൽ പെട്ടെന്ന് നിർത്താം. നമുക്കറിയാം ഏത് മതവിഭാഗത്തിലും ദൈവത്തെ കുറിച്ച് പറയുന്നത് അതേ രീതി തന്നെയാണ്. അതായത് യസ്യാമതം ദസ്യാമതം മതം യസ്യന്റെ വേദസ്യ വിജ്ഞാനം വിജാനത വിജ്ഞാതമാം വിജാതം. അതിനകത്ത് പറയുന്നത് ദൈവത്തെ കുറിച്ച് ചോദിച്ചാൽ എന്താ പറയുക, എനിക്ക് ദൈവത്തെ കുറിച്ച് വ്യക്തമായി അറിയില്ല എന്ന് പറയുന്നവരാണ്. കാര്യം ദൈവം എന്താണെന്ന് എനിക്ക് ഒരു നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ, നിർവചിക്കാൻ എനിക്ക് കഴിയില്ല. അതായത് നമ്മുടെ ചിന്തയ്ക്കും പരിധിക്കും അപ്പുറമാണ് അല്ലാഹ്. നമ്മളൊക്കെ ചിന്തിക്കാൻ, നമുക്ക് ചിന്തിക്കാൻ പരിധിയുണ്ട്. നമുക്ക് സ്വപ്നം കാണുന്നത് ഏതുവരെയാണ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റുക? നമ്മൾ കണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമേ പറ്റൂ. ഈ ഭൂലോകത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയ്ക്ക് പരിധിയുണ്ട്, യുക്തിക്ക് പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ യുക്തി വെച്ച് നിങ്ങൾ അളക്കാൻ നിൽക്കരുത്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് കാര്യം മനുഷ്യനൊരു ബാരിയറുണ്ട്, ഒരു ചെറിയൊരു തടസ്സമുണ്ട്. ആ തടസ്സം എന്താണെന്ന് അറിയാമോ? ആ തടസ്സം വേറൊന്നുമല്ല, മരണം. ആ തടസ്സം അതായത് മനുഷ്യൻ നേരത്തെ ഉണ്ട്, മനുഷ്യന്റെ ആത്മാക്കളുണ്ട്. അത് കഴിഞ്ഞ് മനുഷ്യന് നിശ്ചിത സമയം ഇവിടെ പരീക്ഷണത്തിനായി നൽകി. ഇവിടെ ഭൂലോകത്ത് മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്. അതിനല്ലാതെ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ചോദിക്കും, ഞാൻ ജോലിക്ക് പോകുന്നില്ലേ, ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, വീട്ടിൽ നിന്ന് മറ്റ് എന്റെ ഇതൊന്നും നമസ്കാരമല്ലാത്ത പല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? നമസ്കാരവും നോമ്പും ഹജ്ജും അത് മാത്രമാണോ ഇബാദത്ത്? അല്ല. നമ്മൾ എഴുന്നേൽക്കുന്നത്, കിടക്കുന്നത്, ഉണരുന്നത്, എന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത്, എന്റെ ഭാര്യയോട് ഇടപെടുന്നത്, എന്റെ ഉമ്മയോടും ബാപ്പയോടും ഞാൻ പെരുമാറുന്നത്, എന്റെ സഹപ്രവർത്തനോട് ഞാൻ സംസാരിക്കുന്നത്, ബസ്സിലാകുമ്പോൾ സഹയാത്രികനോട് സംസാരിക്കുന്നത്, നിങ്ങൾ എവിടെ നിൽക്കുമ്പോഴും മറ്റൊരാളോട് സംസാരിക്കുന്നതെല്ലാം ഇബാദത്താണ്. ഏതൊക്കെ പ്രവൃത്തികൾ നിങ്ങൾ ഈ ഭൂലോകത്ത് ജനിച്ചതിന് ശേഷം ചെയ്യുമോ അതെല്ലാം ഇബാദത്താക്കി എടുക്കാൻ നമുക്ക് കഴിയും. അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിലാണെങ്കിൽ ആ ഇബാദത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് പ്രതിഫലം ലഭിക്കും. നമുക്ക് മുഖറബീങ്ങളിൽ പെടാൻ പറ്റുമോ? പലരും പറയുന്നത് പറ്റൂല. ഇവിടെ ഈ കാലത്ത് എങ്ങനെയാ പറ്റുന്നത്? പറ്റുന്നേ. 3 തരം ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അത് സൂറത്തുൽ വാഖിഅയിൽ പറയുന്ന 3 തരമായ, ഒന്ന് മഷ്അമ മൈമൻ, അതിൽ യമീൻ ഷിമാൽ, ഇല്ലേ? അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ഷിമാൽ. അതിൽ എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വസ്സാബിഖൂന അസ്സാബിഖൂൻ. മുന്നേറിയവർ തന്നെയാണ്. നമ്മൾ എവിടെയാണെങ്കിലും, ഞാൻ ജഡ്ജ് ചെയ്യാൻ
ഈ ജഡ്ജിയായിരിക്കുന്ന ആൾക്ക് എനിക്കൊരാൾ പണിഷ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഒരു 17 വർഷമായിട്ട് ജഡ്ജിയാണ്. ഇതിനിടയിൽ ഒരുപാട് ആളുകളെ ട്രയൽ നടത്തിയിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്, ചില വെറുതെ വിട്ടിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരാൾ കുറ്റം ചെയ്താൽ അതിനൊരു സ്ലാബ് സിസ്റ്റം. നിങ്ങളൊരു 10-20 വർഷം പുറകിലേക്ക് പോയാൽ ഒരു ഇത്ര യൂണിറ്റ് വരെ കറണ്ടിനെ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത തുകയായിരുന്നു. സ്ലാബ് സിസ്റ്റമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ഇതേപോലെ സ്ലാബ് സിസ്റ്റമാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അടിക്കുക, ഒരാളെ അടിച്ചതിന്റെ വേദനയോ മറ്റൊന്നും നോക്കുന്നില്ല, അതിന്റെ ഒരു ഡിഗ്രിയും നോക്കുന്നില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അതൊരു നിശ്ചിത പണിഷ്മെന്റ്. പക്ഷെ അല്ലാഹു അങ്ങനെയല്ല. ഒരാൾക്കുണ്ടായ വേദനയുടെ തോതനുസരിച്ച് പണിഷ് ചെയ്യും. ഒരാൾക്ക് ഏതെങ്കിലും ഗുണം ചെയ്തിട്ടുള്ള ആ ഗുണത്തിന്റെ തോതനുസരിച്ച് അവിടെയാണ് മുന്നേറിയവർ തന്നെ. അപ്പൊ എന്താണ്? ചെറുത് ചെയ്തവന് ചെറുത്, വലുത് ചെയ്തവൻ വലുത്, കൂടുതൽ നന്മ ചെയ്തവനും കുറച്ച് നന്മ ചെയ്തവനും ഒരുപോലെയല്ല. അതുപോലെ വിശ്വാസിയും ഒരുപോലെയല്ല. മീൻസ് നമുക്ക് ഓരോ വ്യക്തിക്കും വ്യക്തമായ ഒരു സ്ഥലം നമുക്ക് തന്നിരിക്കേണ്ട സ്പേസ്. ആ സ്പേസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതരായ അഥവാ മലക്കുകളെക്കാളും ഉന്നത രീതിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ ഇതേ ജീവിതം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിശാചുക്കളിൽ ഏറ്റവും വലിയ അധികൃതനായി അല്ലെങ്കിൽ പ്രശ്നക്കാരനായി മാറാൻ പറ്റും. നമുക്ക് നല്ല അവസരമാണ് തന്നിരിക്കുന്നത്. അത് നമുക്ക് വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അത് മുഖറബികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുകയാണ്. ആദ്യ ആൾക്കാരിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന് കുറെ കൂടുതൽ ആളുകൾ, പിന്നീടുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ചാളുകൾ. അവിടെയാണ് നമ്മൾ പിന്നീടുള്ള കുറച്ചാളുകൾ നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. അത് നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ പറയുന്നത്. നമുക്ക് യാതൊരു തരത്തിലും മറ്റൊരു ഉദ്ദേശവുമില്ല. അത് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യം മാത്രമായി മാറ്റുക. നമുക്ക് വേറൊരു വിഷമവും ഉണ്ടാക്കാൻ സാധ്യതയില്ല. ആകാശത്തിന് താഴെ മനുഷ്യന് ഒരു പ്രശ്നവും ഇല്ല. ഏത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരമുണ്ട്. പരിഹാരമില്ലാന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. ഞാൻ ഇവിടെ പറയുമ്പോൾ പ്രശ്നമില്ല. പക്ഷേ വിവിധ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകളുണ്ട്. അപ്പൊ അവിടെ സംസാരിക്കുമ്പോൾ സ്വാഭാവികം അവരെ സംബന്ധിച്ചിടത്തോളം പരിഹാരമില്ലാത്ത ഒരുപാട് കാര്യമുണ്ട്. അവർ രാവിലെ വരുന്നത് പരിഹാരമില്ലാതെയാണ്. ഈ പരിഹാരമില്ല എന്നുള്ള അവരുടെ ചിന്തയിൽ നിന്നാണ് പലപ്പോഴും അവരുടെ ജീവിതം അവസാനിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത്. അവിടെ നമുക്ക് താങ്ങായി ICA നിൽക്കാൻ പറ്റും. നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടി നിൽക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ ഇബാദത്തായി മാറും. ആ ഇബാദത്ത് അതിന്റെ പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമകരമായ സംഭവത്തിൽ ഉൾപ്പെട്ട ആളിനെ താങ്ങി നിർത്തുക എന്നത് നമ്മളെല്ലാം ശ്രമിക്കേണ്ടതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, കൂടുതൽ സമയമില്ല, എനിക്ക് കുറച്ചു നേരം കൂടെ വേണമെങ്കിൽ സംസാരിക്കാനൊക്കെ കഴിയും, എങ്കിലും അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇത് ഞാൻ 19-ാം തീയതി ഹജ്ജിന് പോവാണ്. നേരത്തെ ഒരു 40 ദിവസം അവിടെ നിൽക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാൻ ഡിപ്പാർട്ട്മെന്റ് മാറി ഡെപ്യൂട്ടേഷനിലായതുകൊണ്ട് ആ റീപാട്രിയേഷൻ ഓർഡർ വരേണ്ടതുണ്ട്. ആ ഓർഡർ വന്നാൽ ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റിൽ ജോയിൻ ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റും. അതുകൊണ്ടാണ് 19-ാം തീയതി പറയുന്ന ഡേറ്റ് വെച്ചത്. അപ്പോ ഇതിനു മുമ്പ് ഒരിക്കലും ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് ബഹുമാനായ നൗഫൽ സാഹിബ് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നോട് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഇതായതുകൊണ്ടാണ്, ഈ ഇങ്ങനൊരു പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ അവസാനത്തെ എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരുവനന്തപുരത്തെ അവസാനത്തെ ദിവസത്തിൽ ഞാൻ വരാമെന്നായിട്ട് ദിവസമായിരിക്കാം. അൽഹംദുലില്ലാഹ് നിങ്ങളെ കാണാൻ പറ്റും. നമുക്ക് അല്ലാഹുവിനെ സ്മരിക്കാൻ കഴിയും. നമ്മൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അല്ലാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. അങ്ങനെയല്ലേ? അതുപോലെ നമ്മൾ നടന്നെടുക്കുമ്പോൾ നമ്മളോട് ഓടിയെടുക്കും. പിന്നെ നമ്മൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാചുക്കൾ നമ്മോടൊപ്പം ഉണ്ടാകില്ല. അതായത് തെറ്റുകൾ നമ്മുടെ അടുക്കലേക്ക് വരില്ല. ഒരുപാട് മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. തെറ്റ് ചെയ്യണം. അതിൽ നിന്ന് മാറാൻ കഴിയും. തെറ്റ് ചെയ്യാത്ത ആളുകളില്ല. ഈ തെറ്റ് ചെയ്താൽ പെട്ടെന്ന് പശ്ചാത്തപിക്കുകയും ഒപ്പം ഇനി ഞാനത് ചെയ്യുകയും ഇല്ല എന്ന് പറയുകയും ഒപ്പം മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കുകയും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എനിക്ക് താങ്ങായി എനിക്ക് നിൽക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. നമുക്ക് ഓരോരുത്തർക്കും അവരവർക്ക് താങ്ങായി നിൽക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കാൻ പറ്റും. അവർ വിഷമുണ്ടാകുമ്പോൾ, അതായത് എന്റെ ഉറപ്പിച്ച് തന്നെ അവന് വേണ്ടി നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പറയുന്നത്. നമുക്ക് നമ്മുടെ അപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിൽക്കും, പക്ഷെ അപ്പുറത്തെ വീട്ടുകാരന് വേണ്ടി നിൽക്കാൻ പറ്റും. നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്തൊരു സ്ട്രേഞ്ചറായ മനുഷ്യൻ പ്രശ്നം പറ്റി അവന് ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ നിങ്ങൾ അടുക്കളയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു വിമുഖതയും കൂട്ടാതെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ഇബാദത്താകും. എന്നെ ഇന്ന് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ വിളിച്ചതിന് ബഹുമാനപ്പെട്ട നൗഫൽ സാഹിബിന് ഞാൻ
നന്ദി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് സ്വയം പ്രാർത്ഥിക്കാൻ കഴിയും. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എനിക്ക് സ്വയം പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാമെന്നത്, അത് ഓർക്കാൻ കഴിയാം. നമ്മുടെ കാര്യം പറയുമല്ലോ, നമ്മളെന്താ പറയാ, സാധാരണ എനിക്ക് അത് തന്നെ ഇത് തന്നെ ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ജന്നത്തുൽ ഫിർദൗസ് എന്നാണ്, അല്ലേ? ജന്നത്തുൽ ഫിർദൗസിൽ ആയ ഏറ്റവും ഉയർന്ന പദവി തന്നെ എനിക്ക് നൽകണേ എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് എന്നെ മാറ്റി തരണമേ എന്നുള്ളതാണ്. എനിക്ക് എല്ലാവരോടും നന്നായി പെരുമാറാൻ കഴിയണമേ, അവർ എന്നോടും നന്നായി പെരുമാറണം. ഇതൊക്കെ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും, നമുക്ക് പറ്റില്ല. നമ്മൾ അറിയാതെ അവരോട് എതിരായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്. ആ ബലഹീനതകൾ മാറ്റാൻ അള്ളാഹുവിന് കഴിയും. ആ ചിന്തയിലിരിക്കുന്നവരാണ് നിങ്ങൾ. ഈ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിന് വളരെയധികം സന്തോഷം. ഞാൻ നിയമവുമായി ബന്ധപ്പെട്ട് യാതൊന്നും പറഞ്ഞില്ല. ഒരു കാര്യം മാത്രം, നിയമം എന്ന് പറഞ്ഞില്ല, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കൈകളെ നമ്മൾ തന്നെ കെട്ടിയിരുന്നതാണ്. വിവിധ തരത്തിൽ, അതാണ് ശരീരത്തിൽ ലോ. ഓരോ തരത്തിൽ എന്താണ് മനുഷ്യന്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന എന്താണ്, അതിനെയാണ് നിയമം എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്ത്, യു ഡോണ്ട് ഡു ദാറ്റ്, നിങ്ങളത് ചെയ്യരുത്, നിങ്ങളിത് ചെയ്യണം എന്ന് പറയുന്നതാണ് നിയമം എന്ന് പറയുന്നത്. എന്താണ് ചെയ്യരുത്? നിങ്ങൾ മറ്റുള്ളവരെ അടിക്കരുത്, ഇടിക്കരുത്, ചീത്ത വിളിക്കരുത്, ഉപദ്രവിക്കരുത്, ഈവൻ ഡോൺ നെഗ്ലക്ട്, അവഗണിക്കുക പോലും ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ അച്ഛനെയമ്മ നോക്കണേ, മാതാപിതാക്കളെ നോക്കണേ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ട് കുറെ കാര്യങ്ങൾ. ഈ ഇത്തരം കാര്യങ്ങളെയാണ് നിയമം എന്ന് പറയുന്നത്. അത് ചിലർ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെക്കാത്തതും. നമുക്ക് ഭയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നിയമങ്ങൾ എന്ത് ചെയ്യുന്നത്, അനുസരിക്കുന്നത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ജയിലിൽ കൊണ്ടുപോകും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിയമം അനുസരിക്കുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ, ഒരു CCTV ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. അതിലേക്ക് നമ്മളൊക്കെ എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ആകണം. അത് നിങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കണം, എല്ലാവരും ഒരുമയോടെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇതൊരു നല്ല അമലായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഈ സെന്റർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. പക്ഷെ ഇത്രയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഇന്ന് അലഹമില്ല അത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ICL പ്രസ്ഥാനം തൊടാത്ത മേഖലയിൽ ലോക ചിന്തകരാത്ത